ഇന്ന് കറി വെക്കാനായിട്ട് കുറച്ച് അയലക്കുട്ടന്മാരെ കേട്ടോ കിട്ടിയത്. അത് വെട്ടി വേഗം വറക്കാനായിട്ട് ഉപ്പും മുളകൊക്കെ തേച്ച് വെച്ചു. എന്നിട്ട് വെള്ളരിക്ക ഉണ്ടായിരുന്നു, അതൊന്ന് കട്ട് ചെയ്ത് ഞാൻ മോരുകറി വെക്കാമെന്ന് വിചാരിച്ചു. തൈര് ഇരിപ്പുണ്ടായിരുന്നു, പാക്കറ്റ് വാങ്ങിയതാണ്. അപ്പോൾ അതും ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ തേങ്ങ അരച്ച് നല്ലോണം മോരും കാച്ചി എടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ മോര് കാച്ചുന്ന സമയത്ത് കായപ്പൊടി ഇടുന്നത് ടേസ്റ്റും മണമൊക്കെ കൂടുന്നതിന് നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ വറവിടുന്ന സമയത്ത് ഈ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വറുത്തിടുമ്പോൾ ആ മോരുകറിക്കൊരു നല്ലൊരു കളറ് കിട്ടാൻ നല്ലതായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ അയല വേഗം എടുത്ത് വറക്കാനായിട്ട് വെച്ചു. കുറച്ച് കേബേജ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, അതും വെട്ടിക്കൂട്ടി അങ്ങോട്ട് ഞാൻ തോരനും ഉണ്ടാക്കി. ഇപ്പോൾ മക്കൾക്ക് ഇഷ്ടമാണ് ഈ കേബേജും മോരുകറിയും പിന്നെ മീൻ വറുത്തതും. ഈ പണ്ട് മുതലേ 3-4 കൂട്ടം കറി കൂട്ടി ശീലിച്ചത് കൊണ്ട് ഇപ്പോൾ 1-2 കറിയൊക്കെ വെക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാം വേണം, കറികൾ ഒരു 3-4 എണ്ണം വേണം. എനിക്ക് പഴങ്കഞ്ഞി ഉണ്ടായിരുന്നു, അതും കൂട്ടി ഞാൻ കഴിച്ച. ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക്